മാതൃഭൂമി പി മാർക്ക് അഭിപ്രായ സർവേയിൽ UDFിനാണ് ഏറ്റവും കൂടുതൽ വിജയം പ്രവചിച്ചിരിക്കുന്നത്. പുറത്തുവിട്ട 7 മണ്ഡലങ്ങളിൽ UDFിന് 4 മണ്ഡലങ്ങളിലാണ് വിജയം പ്രവചിക്കുന്നത്. LDFിന് 2 മണ്ഡലങ്ങളിലാണ് വിജയം. വടകരയിൽ അട്ടിമറി വിജയമാണ് പ്രവചിച്ചിരിക്കുന്നത്. KK ശൈലജ അട്ടിമറി വിജയം നേടുമെന്നാണ് സർവേയിൽ പറയുന്നത്. KK ശൈലജ 41% നേടുമെന്നാണ് പ്രവചനം. ഷാഫി പറമ്പിൽ 35% നേടുമെന്നും പ്രവചിക്കുന്നുണ്ട്. CR പ്രഫുൽ കൃഷ്ണന് 22% വോട്ടാണ് പ്രവചിക്കുന്നത്. മാവേലിക്കരയിൽ ഒപ്പത്തിനൊപ്പമെന്നാണ് പ്രവചനം. CA അരുൺകുമാർ 41%, കൊടിക്കുന്നിൽ സുരേഷ് 41%, ബൈജു കലാശാല 16% നേടുമെന്നാണ് പ്രവചനം. മലപ്പുറത്ത് UDF സ്ഥാനാർത്ഥി ET മുഹമ്മദ് ബഷീറിന് 54% വോട്ടുകൾ ലഭിക്കുമെന്നാണ് പ്രവചനം. LDFിന്റെ V വസീഫ് 31% വോട്ട് നേടുമെന്നും പ്രവചനമുണ്ട്. NDAയുടെ M അബ്ദുൾ സലാം 12% വോട്ട് നേടുമെന്നാണ് പ്രവചനം. കോട്ടയത്ത് UDFിന്റെ ഫ്രാൻസിസ് ജോർജ് 42% വോട്ട് നേടുമെന്നാണ് പ്രവചിച്ചിരിക്കുന്നത്. LDFിന്റെ തോമസ് ചാഴിക്കാടന് 41% വോട്ടാണ്. NDA സ്ഥാനാർത്ഥിക്ക് 10% വോട്ട് ലഭിക്കുമെന്നാണ് പ്രവചനം. പത്തനംതിട്ടയിൽ ആന്റോ ആന്റണി ജയിക്കുമെന്നാണ് സർവേയിലൂടെ പ്രവചിച്ചിരിക്കുന്നത്. ആന്റോ ആന്റണിക്ക് 33% വോട്ടും തോമസ് ഐസക്കിന് 31% വോട്ടുമാണ് പ്രവചനം. അനിൽ ആന്റണിക്ക് 31% വോട്ടാണ് പ്രവചിക്കുന്നത്. സർവേ പറയുന്നത് പ്രകാരം തോമസ് ഐസക്കും അനിൽ ആന്റണിയും സമാസമം നിൽക്കുകയാണ്. പാലക്കാട് ജില്ലയിൽ A വിജയരാഘവന് 38% ലഭിക്കുമെന്നാണ് സർവേയിൽ പറയുന്നത്. UDFിന്റെ VK ശ്രീകണ്ഠന് 36% വോട്ടാണ് പ്രവചിക്കുന്നത്. BJPയുടെ C കൃഷ്ണകുമാറിന് 24% വോട്ടാണ് ലഭിക്കുക എന്നാണ് സർവേ പ്രവചിക്കുന്നത്. ആലപ്പുഴയിൽ UDFിന്റെ KC വേണുഗോപാൽ 41% വോട്ട് നേടുമെന്നാണ് പ്രവചനം. AM ആരിഫിന് 38% പ്രവചിക്കുന്നത്. ശോഭ സുരേന്ദ്രന് 19% നേടുമെന്നാണ് പ്രവചനം. ഇനി തിരുവനന്തപുരത്ത് ശശി തരൂരിനാണ് വിജയം പ്രവചിക്കുന്നത്. ശശി തരൂരിന് 37% വോട്ടും പന്ന്യൻ രവീന്ദ്രന് 34% വോട്ടും കിട്ടുമെന്നാണ് സർവേ പറയുന്നത്. BJP 3ാം സ്ഥാനത്താകുമെന്നും പ്രവചനമുണ്ട്. കാസർകോട് രാജ്മോഹൻ ഉണ്ണിത്താൻ മുന്നിലെത്തുമെന്നാണ് സർവേ പറയുന്നത്. ആറ്റിങ്ങലിൽ അടൂർ പ്രകാശ് 36% വോട്ട് നേടുമെന്നും പ്രവചിക്കുന്നുണ്ട്. V ജോയി 32%, V മുരളീധരൻ 29% വോട്ട് നേടുമെന്നും പറയുന്നു. 25,821 പേരാണ് സർവേയിൽ പങ്കെടുത്തത്. മാർച്ച് 3 മുതൽ മാർച്ച് 17 വരെയുള്ള കാലയളവിലാണ് സർവേ നടത്തിയത്. ഈ സർവേ ഫലമാണ് ഇപ്പോൾ പുറത്തുവിട്ടത്.